ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് വെക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ നേരത്തിന് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം. ഇത് ഉരുക്കിയതിന് ശേഷം ഞാൻ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. കാരണം എന്തെങ്കിലും പൊടിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഒന്നും പോകാൻ വേണ്ടി. ഇപ്പം നമ്മുടെ മാവ് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് തരിയൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞവടി അതിൻ്റെ പാലൊന്ന് എടുക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ടാണ് നമ്മൾ മാവ് ചേർത്ത് ഇളക്കുന്നതെങ്കിൽ നല്ല തരി കാണാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഹൽവ സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഞൊടി എടുത്തതിന് ശേഷം നമുക്കൊരു അരിപ്പ കൊണ്ട് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിലെ മുഴുവൻ കൊത്തും നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ തരി കൂടുതലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് അരിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മാതിരി ഒരുപാട് കൊത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് കളയാം. ഇതാണ് നമുക്ക് ഗോതമ്പിൽ നിന്ന് കിട്ടിയ പാല്. ഇനി ഇത് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് വെള്ളം ഒന്ന് താന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഒരു സ്പൂണ് കോൺഫ്ലവർ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് അവസാനം ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിത് 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ വെള്ളം തെളിയാൻ വേണ്ടി വെച്ചത് അതൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരമേ വെച്ചിട്ടുള്ളൂ. ഒരു അരമണിക്കൂർ വെച്ചപ്പോഴത്തേക്കും കുറച്ചേ തെളിഞ്ഞിട്ടുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് ഊറ്റിക്കളയാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് വന്നിരിക്കുന്ന വെള്ളം അങ്ങ് ഊറ്റിക്കളയാണ്. ഒരുപാട് വെള്ളം കൂടി പോകാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ വെള്ളം അങ്ങ് ഊറ്റിക്കളയുന്നത്. അപ്പം നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 വട്ടം ഒന്ന് അരിച്ചെടുക്കാം. ഒരു തരിയില്ലാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. ആദ്യം ഒരു വലിയ അരിപ്പ കൊണ്ട് അരിച്ചെടുത്തതിന് ശേഷം ഒരു ചെറിയ അരിപ്പ കൊണ്ട് ഒന്ന് അരിച്ചെടുക്കുക. ഇപ്പം നമുക്ക് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ഇത് മാതിരി മട്ട് കിട്ടും. അപ്പം നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് 1 കപ്പ് പാലുണ്ട്. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒഴിച്ചു കൊടുത്ത സമയം മുതൽ നമ്മൾ വിട്ട് പോവാതെ ഇളക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് 1.25 കപ്പ് തേങ്ങാപ്പാലുണ്ട്. നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഗോതമ്പും തേങ്ങാപ്പാലും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വന്നതിന് ശേഷം നമ്മുടെ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. മാക്സിമം വെള്ളം കുറച്ച് ഉപയോഗിക്കാനാണ് നോക്കാനുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കുറുകി വരാൻ കുറച്ച് താമസം എടുക്കും. നമ്മൾ ഒരുപാട് നേരമായിട്ട് ഇളക്കേണ്ടി വരും. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കപ്പൊടിയും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ നല്ലൊരു പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും, എളുപ്പമാണ്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കാം, കലക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് തിക്കായി വന്നതിന് ശേഷം നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യ് ചേർക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കണ്ട,
ഇതൊന്ന് കുറുകി വരുന്നതനുസരിച്ച് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നെയ്യ് ചേർക്കുമ്പോൾ ഇത് മുകളിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പൊങ്ങി വരും. ആ സമയത്ത് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് പൊടിച്ച പിസ്തയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 2-3 അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കാനായിട്ട്. എടുത്ത് മാറ്റി നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു തീയിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 to 20 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നല്ല തിക്കായി വരുള്ളൂ. മൊത്തം 4 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നല്ല രീതിയിൽ ഇതൊന്ന് വറ്റി വരണുണ്ട്. നെയ്യ് നല്ലപോലെ മുകളിലേക്ക് പൊങ്ങി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും മതി. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ സ്വാദിഷ്ടമായ ഗോതമ്പ് ഹൽവ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹൽവ പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.